മനസ്സിൻ്റെ സ്വപ്നരചനയിൽ ഒരു തരത്തിലുള്ള കയ്യും കണക്കും നിബന്ധനകളും ഇല്ല. എന്ത് വേണമെങ്കിൽ മനസ്സിന് ചെയ്യാൻ പറ്റും. ഈ മനസ്സെന്ന് പറയുന്നത് എന്താ? മനസ്സെന്ന് പറയുന്നത് എന്താ? എല്ലാം കൂടിയുള്ള ശുദ്ധബോധത്തിൻ്റെ ഒരു ശക്തിയാണ് മായ. ആ മായ എന്ന് പറഞ്ഞാൽ ഒരു ശക്തിവിശേഷമാണ്. അതിന് ഇംഗ്ലീഷിൽ ഞങ്ങൾ പറയുന്നത് ദ ഇൻസ്ക്രൂട്ടബിൾ പവർ ഓഫ് കോൺഷ്യസ്നെസ് ഈസ് കോൾഡ് മായ എന്നാണ് പറയുക. നമ്മുടെ പ്രജ്ഞയ്ക്കുള്ള അചിന്ത്യമായ ഒരു ശക്തിവിശേഷം. ആ മായയെപ്പറ്റി വിവരിക്കുന്നത് എങ്ങനെയാണ്? അഘടന ഘടനാപടീയസീ മായ. ചേരാത്തതിനെ ചേർത്ത് വയ്ക്കുന്നതിൽ അതിനിപുണയാണ് മായാന്ന്. ചേരാത്തതിനെ ചേർത്ത് വയ്ക്കുക. പ്ലെയിൻ ആണെങ്കിൽ അതിനൊരു എല്ലാം കൂടി സീൽ ചെയ്തിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ആ പ്ലെയിനിൻ്റെ ഉള്ളിൽ അതിർത്തിയില്ലാത്തൊരു സമുദ്രം സംഭവിക്കുമോ ഇല്ല? എന്നാൽ സംഭവിപ്പിക്കണു നിങ്ങളുടെ മനസ്സ് സ്വപ്നത്തിൽ. അതന്നെയാണ് സ്വപ്നം. ആ സ്വപ്നത്തിൽ ഇന്നതേ ഉണ്ടാകാവൂ എന്നില്ല, എന്തും സംഭവിക്കാം. അങ്ങനെ സംഭവിപ്പിക്കാനുള്ള ശക്തി നിങ്ങളുടെ മനസ്സിനോ ചൈതന്യത്തിനോ ബോധത്തിനോ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് സ്വപ്നത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ സ്വപ്നത്തിൽ എന്ത് നടന്നാലും ഉണർന്നിട്ട് സ്വപ്നമാണെന്ന് മാത്രം ധരിച്ചാൽ മതി. അവിടുന്ന് അങ്ങ് അന്വേഷിക്കണ്ട. ചിന്തയാ ജായതേ ദുഃഖം നാന്യഥേഹേതി നിശ്ചതി തയാഹീനഃ സുഖീ ശാന്തഃ. അപ്പം സ്വപ്നം കണ്ടതിനെ പറ്റി, സ്വപ്നം എന്ന് പറയുന്നത് മനസ്സ് സ്വയം രചിക്കുന്നതാണ്. ആ രചനയ്ക്ക് ജാഗ്രത് പ്രപഞ്ചത്തോടോ ജാഗ്രത് സ്ഥിതിയോടോ കൂടി ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കി ആ സ്വപ്നരചനയുടെ ഒരു ഗുണദോഷത്തിനും നിങ്ങൾ പോകരുത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്വപ്നമുണ്ടായി? എന്തുകൊണ്ടതങ്ങനെ സംഭവിച്ചു? എന്നെ ആരോ പേടിപ്പിച്ചു. എന്തിനു പേടിപ്പിച്ചു? ഞാൻ എന്തോ അഭിലഷിച്ചു. എനിക്ക് കുറേ ഒരു സ്വർണം കിട്ടിയെന്ന് തോന്നി. അന്വേഷിച്ചപ്പോൾ കാണാനില്ല. അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കരുത്. സ്വപ്നം തന്നെ. അവിടെ എന്തും നടക്കും. അവിടെ നടന്നതിനൊന്നും നിങ്ങളെ ഒരാൾ കാരണക്കാരനാക്കുകയോ കുറ്റക്കാരനാക്കുകയോ ചെയ്യാൻ പോകുന്നില്ല. അത് സ്വപ്നമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടുകളയണം. അതുപോലെ ചിന്താഹീനഃ സുഖീ ശാന്തഃ. ഒരു തരത്തിലുള്ള ചിന്തയും നിങ്ങൾ ഏറ്റെടുക്കാതെ മനസ്സിൻ്റെ ഇഷ്ടപ്രകാരം ചിന്തിച്ചു, എന്തോ ചിന്തിച്ചോട്ടെ, എനിക്ക് അതിനോടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ചിന്തയില്ലാതെ ശാന്തനായിരിക്കുന്നവൻ സർവത്ര ഗളിതസ്പൃഹ. അയാൾക്ക് ഒരു സ്ഥലത്തും ഒരിടത്തും ഒരു തരത്തിലും സ്വല്പം പോലും ആശയുണ്ടാവില്ല. ഒരാശയും ആ മനുഷ്യനുണ്ടാവില്ല. ഗളിതസ്പൃഹ. നമ്മുടെ മനസ്സിനെ ചികിത്സിച്ച് ഇങ്ങനെ തത്വവിചാരം ചെയ്ത് ഇതുപോലെയൊക്കെ ആക്കാൻ സാധിക്കും കൂട്ടരെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ. എന്ത്? എൻ്റെ മനസ്സേ എപ്പോഴും എന്നെ വിഷമിപ്പിക്കുക, വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് ഞാൻ ധ്യാനിക്കാൻ ഇരുമ്പോൾ അങ്ങോട്ട് പോവും, മരത്തിൻ്റെ മുകളിൽ കയറും എന്നൊക്കെ പറയുക നിങ്ങൾ. അത് എങ്ങോട്ടും പോകണില്ല, മരത്തിൻ്റെ മുകളിലും കയറുന്നില്ല. നിങ്ങളെ ഭ്രമിപ്പിക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾ ധ്യാനിക്കാണ്ടിരിക്കൂ, എന്നിട്ട് ഒന്നും ചെയ്യണ്ട. മനസ്സ് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നോക്കിക്കോളൂ. മനസ്സേ നിൻ്റെ ഇഷ്ടപ്രകാരം വേണ്ടതൊക്കെ ചെയ്യേ, വാ മരത്തിൻ്റെ മുകളിൽ കയറുക. ആ മനസ്സിനങ്ങോട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ കയറഴിച്ച് വിട്ടുകൊടുക്കുന്നിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കൂ. കുറച്ച് കഴിഞ്ഞാൽ മനസ്സ് എന്ത് ചെയ്യും? ആ ചിന്തകളെ മുഴുവനും വിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ആ ക്ഷമയോടുകൂടി അവിടെ ഇരിക്കുവപ്പാ. മനസ്സിൽ വരുന്ന ചിന്തകൾ നിങ്ങളോട് ചോദിച്ചിട്ടാണോ വരണത്? അല്ല, അത് അതിൻ്റെ പാട്ടിൽ വരണു, അതിൻ്റെ പാട്ടിൽ പോണു. മനസ്സ് മാത്രമേ അവിടെ ബാക്കി നിൽക്കുന്നുള്ളൂ. തയാഹീനഃ സുഖീ ശാന്തഃ. അങ്ങനെ സുഖിയായിട്ടിരിക്കൂ, ശാന്തമായിട്ടിരിക്കൂ. സർവത്ര ഗളിതസ്പൃഹ. ഒരൊറ്റ കാര്യത്തിലും ഒരഭിലാഷമോ ആവശ്യമോ തേടലോ നിങ്ങൾക്കുണ്ടാവണ്ട. മിണ്ടാതെ ഇരിക്കൂ എന്നാണ് പറയുന്നത്. ഇത് മുഴുവൻ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ഒരു നിശ്ചയം വേണം. എന്താണ് ആ നിശ്ചയം? ചിന്തയാ ജായതേ ദുഃഖം നാന്യഥാ ഇഹ ഇതി നിശ്ചയീ. ചിന്ത കൊണ്ടാണ് സർവ്വ ദുഃഖങ്ങളും. അതുകൊണ്ട് ഒരു ചിന്തയുമില്ലാതെ ഇരിക്കാനാണ് ഞാൻ പോണത് എന്ന് വിചാരിച്ച് നിശ്ചിന്തമായി ഒരു തരത്തിലുള്ള ആവലാതിയുമില്ലാതെ ഇരിക്കുമെന്ന്. ഉടനെ നിങ്ങൾ എന്നോട് പറയും, സ്വാമിജി ഇത് സാധിക്കില്ല എന്ന്. അതിന് നിങ്ങൾ പരിശ്രമിച്ചോ? പിന്നെ എങ്ങനെയാ പറയണേ? നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ലല്ലോ. ഇന്ന് മുതൽക്കൊരു 21 ദിവസം പരിശ്രമിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് എന്നോടൊന്ന് പറയൂ. കേൾക്കാനെങ്കിലും താല്പര്യമുണ്ടല്ലോ. അതിനെങ്കിലും നിങ്ങളെ എല്ലാവരെയും ഞാൻ പുണ്യശ്ലോകരാണെന്ന് പറയുന്നു. കേൾക്കാനെങ്കിലും തോന്നുന്നുണ്ടല്ലോ. കേട്ടിട്ട് ഇത് അഭ്യസിക്കാൻ വേണ്ടതേ. നാഹം ദേഹോ നമേ ദേഹോ ബോധോഹമിതി നിശ്ചയി
കൈവല്യമിവ സംപ്രാപ്തോ ന സ്മരത്യകൃതം കൃതം. നാഹം ദേഹോ നമേ ദേഹോ ബോധോഹം ഇതി നിശ്ചയി. കേട്ടോളൂ, പലതും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാണ് നാഹം ദേഹോ നമേ ദേഹോ. ഇതാണ് ആത്മചിന്ത. ഞാൻ ദേഹമല്ല, ഞാൻ ദേഹമല്ലെങ്കിൽ എനിക്ക് ദേഹമില്ല. എനിക്ക് തോന്നണില്ല നിങ്ങളിത് ഗ്രഹിക്കുന്നുണ്ടെന്ന്. ഞാൻ ദേഹമല്ലെങ്കിൽ പിന്നെ എനിക്ക് ദേഹമുണ്ടോപ്പാ? നിങ്ങളൊരു ഗ്രാമത്തിലോ ഒരു പട്ടണത്തിലോ താമസിക്കുന്നു, അടുത്ത് വേറെ ഒരു പട്ടണമുണ്ട്. ആ പട്ടണം നിങ്ങളല്ലല്ലോ, അത് നിങ്ങളുടെയും അല്ലല്ലോ. അതുപോലെ നിങ്ങൾ ഏത് പട്ടണത്തിൽ താമസിക്കണോ ആ പട്ടണവും നിങ്ങളുടെയല്ല, ആ പട്ടണം നിങ്ങളല്ലതാനും. അപ്പം ഞാൻ ദേഹമല്ലെങ്കിൽ എനിക്ക് ദേഹമില്ല. ദേഹം ഞാനല്ലെങ്കിൽ പിന്നെ ആർക്കാ ദേഹം? ദേഹമുള്ളവനല്ലേ ദേഹം. അപ്പം ഞാൻ ദേഹമല്ല, അപ്പം പിന്നെ എനിക്ക് ദേഹമില്ല. ബോധോഹം, പിന്നെ ദേഹമല്ലെങ്കിൽ ഞാൻ ആരാ? ബോധമാണ് ഞാൻ. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും നെഞ്ഞത്ത് കൈവച്ച് മറുപടി പറയൂ എന്നോട്. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ, കേൾക്കുന്ന കേൾക്കലിൽ നിങ്ങൾ ആരെങ്കിലും ദേഹമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതോ ഈ ദേഹത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ബോധമാണോ നിങ്ങൾ? നിങ്ങളുടെ ദേഹത്തിന് ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുമോ? അതോ നിങ്ങളുടെ ദേഹത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ചേതന, അതിൻ്റെ മനസ്സിലൂടെ ബുദ്ധിയിലൂടെ ആണോ ഞാൻ ഈ പറഞ്ഞത് കാണുന്നത് കേൾക്കുന്നത്? ദേഹമല്ല കാണുന്നത്, ദേഹമല്ല കേൾക്കുന്നത്. കേൾക്കുന്നതും കാണുന്നതും ഉണരുന്നതും ബോധമാണ്, ഉണർവാണ്. ആ ബോധമാണ് ഞാൻ, ദേഹമല്ല ഞാൻ, എനിക്ക് ദേഹവുമില്ല എന്നിങ്ങനെ നല്ല പോലെ നിശ്ചയിച്ചുകൊണ്ട്. എവിടെയാണ് നിശ്ചയം വേണ്ടത്? ഞാൻ ദേഹമല്ല, എനിക്ക് ദേഹമില്ല, മറിച്ച് ഞാൻ ബോധസ്വരൂപിയാണ്, ബോധോഹം ബോധമാത്രോഹം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കൈവല്യമിവ സംപ്രാപ്തോ ന സ്മരത്യകൃതം കൃതം. കൈവല്യമിവ സംപ്രാപ്തോ, ഈ വിചാരം ഉറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, കൈവല്യമായി. കൈവല്യം എന്ന് പറഞ്ഞാൽ എന്താ? കേവലീഭാവം. ഇവിടെ കേവലമായി ഒന്ന് മാത്രമായിട്ടുള്ളത് എന്താ? ബോധം. ശരീരം അനവധിയാണ്, ശരീരത്തിലുള്ള കാറ്റും വേറെ വേറെയാണെന്ന് പറയാം, രക്തം വേറെ വേറെയാണെന്ന് പറയാം. എന്നാൽ വ്യത്യസ്തപ്പെടാതെ ഏകമായി നിലകൊള്ളുന്ന ഒരു സാധനമുണ്ട് ഇവിടെ. എല്ലാ ശരീരത്തിലുമുള്ള കാറ്റൊന്നല്ലേ? സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആകാശം ഒന്നല്ലേ? അതുപോലെ എല്ലാറ്റിനെയും ഉജ്ജീവിപ്പിച്ച് ഭ്രമിപ്പിച്ചുകൊണ്ട് സ്പന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യവിശേഷം ബോധമുണ്ട്. അത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിന് കൈവല്യം? വേറെ ഒരു മോക്ഷം എന്താ? ഒന്നിന് മറ്റൊന്നിൽ നിന്ന് എന്തെങ്കിലും ബാധ വരുമ്പോഴാണല്ലോ ബന്ധനം സംഭവിക്കുന്നത്. ബോധം മാത്രമാണ് ഇവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ബോധത്തിനെ പരിമിതപ്പെടുത്താൻ മറ്റൊരു വസ്തു ഇല്ലെങ്കിൽ പിന്നെ എന്താ അത്? കൈവല്യം തന്നെയല്ലേ. അപ്പം കൈവല്യം നമുക്ക് സമ്പാദിക്കേണ്ടതല്ല, അത് ഓൾറെഡി സിദ്ധമാണ്. അതിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ദേഹമല്ല, എനിക്ക് ദേഹമില്ല, ബോധം മാത്രമാണ് ഞാൻ എന്ന് പറയുന്നതോടുകൂടി, അനുഭവിക്കുന്നതോടുകൂടി കേവലീഭാവം, ആ ഏകഭാവം നമുക്ക് വരും. ഏകഭാവം വരുന്നതോടുകൂടി നമ്മൾക്ക് കൈവല്യസിദ്ധിയായി. നസ്മരത്യകൃതം കൃതം. ആ നില വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങളെക്കുറിച്ച് സ്വല്പമെങ്കിലും സ്മരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അത് ഈ ശരീരം വഴിക്ക് പലതും നടന്നതിൻ്റെ ഓർമ്മ മാത്രമാണ്. ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്ന് അർത്ഥമില്ല. നിങ്ങൾ ദേഹമല്ലെങ്കിൽ പിന്നെ എന്താ അവിടെ ചെയ്തിട്ടുള്ളത്? ഇവിടെ നടന്നിട്ടുള്ള പ്രവൃത്തികൾ മുഴുവൻ ദേഹവും ഇന്ദ്രിയവും വഴിക്കുള്ള പ്രവൃത്തിയാണ്. ദേഹവുമല്ല ഇന്ദ്രിയങ്ങളുമല്ല നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തിക്ക് മുഴുവൻ എന്തെങ്കിലും ഉടമസ്ഥാവകാശം, കർത്തൃത്വമോ ഭോക്തൃത്വമോ നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഇല്ല എന്നുണ്ടെങ്കിലോ പിന്നെ ഒന്നും പറയണ്ട, മിണ്ടാണ്ടിരുന്നോളൂ, കൈവല്യമായി. നസ്മരത്യകൃതം കൃതം. ചെയ്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ സ്വല്പമെങ്കിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന്. എല്ലാവരും ഇരുന്ന് ആലോചിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അന്നും കൂടി ചോദിച്ചു ഞാൻ തന്നു, ചോദിച്ചു എനിക്ക് തന്നില്ല, ചോദിച്ചു ഞാൻ കൊടുത്തില്ല, അയ്യോ അയ്യോ, ഇങ്ങനെയുള്ള ആലോചനയാണ്. ഒക്കെ വിടുവപ്പ. പൂർവ്വജന്മത്തിൽ ചെയ്തതുപോലെയാണ് അടുത്ത ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പൂർവ്വജന്മത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണില്ലല്ലോ. അതുപോലെ ഇതും ആവശ്യമില്ല, വിട്ടുകളയൂ.
എല്ലാം പൂജ്യം കൊണ്ട് അങ്ങോട്ട് പെരുക്കൂ, സുഖമായിട്ട് കിടന്നുറങ്ങൂ, ജീവിക്കൂ. ആ ബ്രഹ്മസ്തംഭപര്യന്തം അഹമേവേതി നിശ്ചയീ നിർവികൽപ ശുചിശാന്ത പ്രാപ്ത വിനിർവൃത. ആ ബ്രഹ്മസ്തംഭപര്യന്തം. നിങ്ങൾക്കിത് കേട്ട് മുഷിപ്പ് തുടങ്ങിയോ? ഞാനതാ ആലോചിക്കുന്നത്. 8 ശ്ലോകമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 8 തരത്തിലുള്ള ചിന്താഗതിയാണ് അത്. ഓരോ ചിന്താഗതിയും ഒരേ പരിസമാപ്തിയാണ് എല്ലാറ്റിനും. മനസ്സ് സമാധാനമാവണു, മനസ്സ് നിർലിപ്തമാവണു, മനസ്സിലുള്ള ആശ പോണു, ആവലാതി പോണു, അനാവശ്യമായിട്ടുള്ള ഓർമ്മ കൊണ്ടുള്ള മഥനമോ മനസ്സിന് സംഭവിക്കുന്നില്ല. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചു എന്നുള്ള ചോദ്യം വരണില്ല. ആ ബ്രഹ്മസ്തംഭപര്യന്തം അഹമേവേതി നിശ്ചയി. ദേഹമല്ല ഞാൻ, എനിക്ക് ദേഹവുമില്ല, അതുകൊണ്ട് ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. സ്മരിക്കാനോ ഓർമ്മ വയ്ക്കാനോ ബന്ധനമുണ്ടെന്ന് തോന്നാനോ വഴിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പം മറിച്ച് പറയുക, ആ ബ്രഹ്മസ്തംഭപര്യന്തം അഹമേവേതി നിശ്ചയി. ഈ ലോകത്തിനെ മുഴുവൻ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ഒരു ശുദ്ധബോധമാണ്, ചൈതന്യമാണ്. ആ ചൈതന്യമാണ് ഞാൻ. ആ ചൈതന്യം എന്നുള്ള നിലയ്ക്ക് ഈ വിശ്വകോശത്തിൽ എന്തിനെയെല്ലാം ഉജ്ജീവിപ്പിക്കുന്നുവോ അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സപ്തസമുദ്രങ്ങളിൽ എവിടെ പൊങ്ങുന്ന അലയും ഒരേ സമുദ്രജലത്തിൻ്റെ ആണ് എന്ന് പറയുന്നത് പോലെ ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി ഒരു തുരുമ്പ് വരെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും എന്നിലുള്ള പ്രകടനമാണ്, എൻ്റെ സ്ഫുരണമാണ് എന്ന് നിശ്ചയിച്ച് നിർവികൽപ. അപ്പം എല്ലാം എൻ്റെ സ്ഫുരണമാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്താ വരാനുള്ളത്? ഒന്നും വരാനില്ല. നിർവികൽപ. ഒരു തരത്തിലുള്ള ബന്ധനമോ കറയോ കുറയോ ഒരു തരത്തിലുള്ള ഞെരുക്കമോ എനിക്കില്ലാന്ന്. ശുചിഹി. എന്നെ കറ പിടിപ്പിക്കാൻ, അശുദ്ധമാക്കാൻ, മലിനപ്പെടുത്താൻ യാതൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴോ ശാന്ത, പരമശാന്തമായി. പ്രാപ്ത വിനിർവൃത. എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ടോ, കയ്യിൽ വന്നിട്ടുണ്ടോ, എന്തെല്ലാം നേടിയെടുക്കാത്തതുണ്ടോ, ഇത് രണ്ടിലും എനിക്ക് നിർവൃതിയാണെന്ന്. ഉണ്ടായി ശേഖരിച്ചു എന്ന് പറഞ്ഞൊരു ബന്ധനമില്ല, ഉണ്ടായില്ല പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമവുമില്ല എനിക്ക്. ആ മനസ്സ് ഉഭയാതീതമായി തീരുന്നു. നിർവികൽപ ശുചിശാന്ത പ്രാപ്ത വിനിർവൃത. ആ ബ്രഹ്മസ്തംഭപര്യന്തം അഹമേവേതി നിശ്ചയി. ഒന്നില് ഒരു തനിത്തനിമയാണ്. എനിക്ക് ദേഹമില്ല, ഞാൻ ദേഹമല്ല, കേവലീഭാവമാണെന്ന്. ഇവിടെയോ അതിൻ്റെ വികസ്വരതയാണ് കാണിക്കുന്നത്. ബ്രഹ്മാവ് ക്രിയേറ്റർ മുതൽക്ക് തുടങ്ങി സ്തംഭപര്യന്തം തുരുമ്പ് വരെയുള്ള എല്ലാ സാധനവും എൻ്റെ തന്നെ പ്രകടനമാണ്, എൻ്റെ തന്നെ വികസനമാണ്, വർധനയാണ്. അങ്ങനെ എല്ലാം ഞാനായിരിക്കെ എനിക്ക് എന്നിൽ നിന്ന് ഒരു തരത്തിലുള്ള വികല്പവും സംഭവിക്കണില്ല. ഞാൻ ശുചിയാണ്. ഇപ്പോൾ സമുദ്രത്തിൽ നിന്ന് മാലിന്യം വരില്ലല്ലോ, തടാകത്തിലെ ജലത്തിൽ നിന്നൊരു മാലിന്യം വരില്ലല്ലോ. അങ്ങനെ ശാന്തനായി പ്രാപ്ത വിനിർവൃത. നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ പലതും സംഭവിക്കും, പലതും നേടും, പലതും കയ്യിൽ നിന്ന് പോവും, കൊടുക്കേണ്ടി വരും, മേടിക്കേണ്ടി വരും, പലതുമിണ്ട്. ഇങ്ങനെ എന്ത് കൊടുത്താലും മേടിച്ചാലും അതിലൊന്നിലും തന്നെ കൊടുത്തു എന്നോ മേടിച്ചു എന്നോ ഉണ്ടെന്നോ ഇല്ലെന്നോ പോയെന്നോ വന്നെന്നോ ഒന്നുമില്ല. നിർവൃതനായിട്ടിരിക്കണം. ഇനി 8ാമത്തെ ശ്ലോകമാണ് പറയാൻ പോകുന്നത്. നാനാശ്ചര്യമിദം വിശ്വം ന കിഞ്ചിതി നിശ്ചയീ നിർവാസന സ്ഫൂർത്തിമാത്രോ ന കിഞ്ചിതി വശാമ്യതി. ഞാൻ പറയണതൊക്കെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ഗ്രഹിച്ച് അവ മൂലം നടപ്പിലാക്കേണ്ടതാണ്. എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത്? നാനാശ്ചര്യമിദം വിശ്വം ന കിഞ്ചിതി നിശ്ചയീ. ഇതുവരെ പലതും പറഞ്ഞ് ആ പൃച്ഛകനെയും ഗവേഷകനെയും ശ്രോതാവിനെയും എല്ലാം തയ്യാറാക്കി കൊണ്ടുവന്ന് മഹർഷി പറയാണ്, നാനാശ്ചര്യമിദം വിശ്വം. എന്താ അതിനർത്ഥം? ഈ ലോകം എല്ലാ വിധത്തിലും ആശ്ചര്യകരമാണ്. ഈ ലോകത്തിന് വിട്ടൊരു ആശ്ചര്യം എന്താണുള്ളത്? നമ്മൾ പറയും 7 മഹാത്ഭുതങ്ങൾ ലോകത്തിലെന്ന്. ഈ 7 മഹാത്ഭുതം ഉൾക്കൊള്ളുന്ന ലോകം എത്ര വലിയ മഹദദ്ഭുതമായിരിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇതിനെ താങ്ങി നിർത്താൻ ഒരു സാധനം ഇവിടെ ഇല്ല, പിടിച്ചു കെട്ടാൻ ഒരു സാധനം ഇതിനില്ല.
ഇതിന് അതിർത്തി എന്നൊരു സംഗതിയില്ല. നമ്മൾ പല നീളങ്ങളും മെഷർമെൻറ്റ്സും ഇവിടെ അളന്ന് കണക്കാക്കുന്നുണ്ട്. അളന്ന് കണക്കാക്കുന്ന ഈ ആകാശകോശമുണ്ടല്ലോ, അതിൽ ഒരളവോ ഒരു നീളമോ അതിനില്ല. അത് മുഴുവനും എത്രയാന്ന് പറഞ്ഞാലല്ലേ ഈ ചുരുങ്ങിയ അളവിന് അർത്ഥമുള്ളൂ. അതിൻ്റെ അളവില്ലാത്തൊരു സാധനമാണ്. അപ്പം അളവില്ലാത്തൊരു സാധനം, അതിലേറെ ഒരു ആശ്ചര്യം എന്താ ഉള്ളത്? അപ്പോൾ നാനാശ്ചര്യമിതം വിശ്വം, ഇതിൽ അണു ആശ്ചര്യമാണ്, ഗോളം ആശ്ചര്യമാണ്, ഓരോ ജീവിയും ഇവിടെ ആശ്ചര്യമാണ്, എല്ലാം ഇവിടുത്തെ ബിന്ദുവും ഇവിടെ ആകത്തുകയും ഒക്കെ ആശ്ചര്യമാണ്. അങ്ങനെ ആശ്ചര്യങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ലോകം. അപ്പം നാനാശ്ചര്യമിതം വിശ്വം ന കിഞ്ചിതിഥി നിശ്ചയി, ഇത് മുഴുവനും ഒന്നുമേ അല്ല, ഒന്നും ഇല്ല എന്ന് ഇത് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളോ? ഈ ലോകത്തിന് മുഴുവനും കാണുന്നത് ആരാ കാണുന്നത്? എവിടെയാ കാണുന്നത്? എങ്ങനെയാ കാണുന്നത്? കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനോട് ബന്ധപ്പെട്ടതാ. കണ്ണോ വളരെ ചെറുതാ. ആ ചെറിയ കണ്ണാണ് ഇത് അതിബൃഹത്തായിട്ടുള്ള കാഴ്ച വൈവിധ്യത്തോടുകൂടി ദൂരങ്ങളോടുകൂടി കാണുന്നത്. ഇത്രയധികം ദൂരങ്ങളെയും വൈവിധ്യങ്ങളെയും കാണാൻ കണ്ണിന് എന്താണ് അവകാശം? എന്താണ് ഇതിന് സാധ്യത? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. നമ്മുടെ കണ്ണ് വളരെ ചെറുത്, അനന്ത ദൂരങ്ങളും അനന്ത വൈവിധ്യങ്ങളുമാണത് കാണുന്നത്. അത് കണ്ട് അനുഭവിക്കുന്നത് കണ്ണല്ല, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സാണ്. സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ രൂപത്തിൽ അധിവസിക്കുന്ന മനസ്സാണത് മുഴുവനും കാണുന്നത്. ആ മനസ്സ് ഈ സ്ഥൂല വസ്തുക്കളെ കാണുന്നുണ്ടോ? ഇല്ല. സ്ഥൂല വസ്തുക്കളെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി തൻ്റെ മനസ്സിൽ തന്നെ മനഃപതിപ്പുകളാക്കി തീർത്ത് ആ പതിപ്പുകളെയാണ് കാണുന്നത്. നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ള ചോദ്യമില്ല, നിങ്ങൾ ഈ പറയണത് ഗ്രഹിക്കൂ. ചെറിയ കണ്ണുകൊണ്ടാണ് അതിബൃഹത്തായ ഈ പ്രപഞ്ചത്തിനെ നാം കാണുന്നത്. ഈ ചെറിയ കണ്ണ് എങ്ങനെയാ അതിബൃഹത്തായ പ്രപഞ്ചത്തിനെ കാണുക? ആ ആകൃതി മുഴുവൻ കൺതടത്തിൽ അങ്ങോട്ട് ഒതുങ്ങിയിരിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അനുഭവങ്ങൾ നടക്കുന്നത് മുഴുവൻ എവിടെയാ? മനസ്തടത്തിലാണ്. മനസ്സിൻ്റെ തലത്തിലാണ് നടക്കുന്നത്. മനസ്സാകട്ടെ സ്ഥൂല ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മമാണ്. അപ്പോൾ സൂക്ഷ്മമായ മനസ്സിൽ ഈ കാണുന്ന വസ്തുക്കളുടെ മുഴുവൻ സൂക്ഷ്മ പതിപ്പാണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ സൂക്ഷ്മ മനസ്സിന് സൂക്ഷ്മ പതിപ്പുകളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സൂക്ഷ്മ പതിപ്പുകൾ എങ്ങനെ സ്ഥൂല വസ്തുക്കളാകും? ആകില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആ വസ്തുക്കളെ സ്ഥൂലം എന്ന് പറയുന്നത്? സ്ഥൂലം എന്നൊന്നുണ്ടോ? എവിടെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്? സൂക്ഷ്മതലമായ മനസ്സിൽ. ആ സൂക്ഷ്മതലമായ മനസ്സിൽ ഛായകളായോ പതിപ്പുകളായോ രൂപപ്പെടുന്ന വസ്തുക്കൾ എങ്ങനെയാണ് നിങ്ങൾ സ്ഥൂലം, ഭാരം, കനം എന്നൊക്കെ പറയുക? അപ്പം നിങ്ങളുടെ പരാമർശങ്ങൾ അർത്ഥരഹിതമാണെന്ന് ഈ നിമിഷം നിങ്ങൾ സമ്മതിക്കണം എന്നോട്. സൂക്ഷ്മ മനസ്സിൻ്റെ പതിപ്പുകൾ എങ്ങനെ സ്ഥൂലമാകും? പക്ഷേ ആ പതിപ്പുകളെ സംബന്ധിച്ച് മനസ്സിന് നിങ്ങളിൽ ഒരു സ്ഥൂലഭാവം രചിക്കാൻ സാധിക്കുന്നു. അപ്പം സ്ഥൂലം എന്ന് പറയുന്നത് തന്നെ മനസ്സിൻ്റെ രചനയാണ്, വാസ്തവികമല്ല. അങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരം വളരെ പരിമിതം. ആ പരിമിത ശരീരത്തിൻ്റെ ഉള്ളിൽ പരിമിതമായി കിടക്കുന്ന മനസ്സ് ആ പരിമിതമായ ഒരു പ്രപഞ്ചത്തിൻ്റെ പ്രതീതി മുഴുവനും ഉണ്ടാക്കി നിങ്ങളെ അനുഭവിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ അനുഭവിപ്പിക്കുന്നത് എങ്ങനെ വാസ്തവികമാകും? സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു സ്വപ്ന പ്രതീതി അല്ലേ അത്? അല്ലാതെ എന്താണപ്പാ? ഒന്ന് പറയിൻ. നിങ്ങളെ ഒരൊറ്റ ആളെ ഞാൻ വിടില്ല. നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്നത്. നമ്മുടെ ശരീരം വളരെ പരിമിതം, അതിൻ്റെ ഉള്ളിലാണ് മനസ്സ്. ആ മനസ്സിൽ ആ പരിമിതമായ ഒരു പ്രപഞ്ചത്തിൻ്റെ പ്രതീതി ഉളവാകുന്നു എന്ന് പറയുമ്പോൾ ആ മനസ്സിന് അത്രയും വിസ്താരപ്പെടാൻ പറ്റുന്നതാണോ നിങ്ങൾ പറയുന്നത്? ഒരു കണ്ണാടിയിലാണെങ്കിലും ആ പ്രതിബിംബം വിസ്താരപ്പെടാറില്ല, അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ ദൂരമേ കൂടാറുള്ളൂ. ഇത് മനസ്സ് 3 ഡയമെൻഷനും ഒരേപോലെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സൂര്യനെ കാണുമ്പോൾ ആ സൂര്യനോടുള്ള ദൂരം, അതിൻ്റെ അപ്പുറത്ത് വിശാലമായി കിടക്കുന്ന പ്രപഞ്ചത്തിൻ്റെ വിസ്താരം മുഴുവനും, ഇങ്ങനെ ഒരു വിസ്തൃതി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ രൂപപ്പെടും? ചോദിച്ചാൽ അർത്ഥമുണ്ടോ? ഇല്ല. മറുപടി ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഉണ്ട്. അനുഭവത്തിൻ്റെ മുകളിലാണല്ലോ ഈ ലോകത്തിന് നിർവചനം നമ്മൾ നൽകുന്നത്. അപ്പം നമ്മുടെ അനുഭവത്തിൻ്റെ മുകളിൽ കെട്ടിപ്പടുക്കുന്ന പ്രപഞ്ചമല്ലാതെ ഇവിടെ വേറെ ഒരു പ്രപഞ്ചമുണ്ടോ? ഇല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ അനുഭവം മുഴുവൻ നമ്മുടെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇത്രയും വലിയ വിസ്താരം ഉൾപ്പെടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതുണ്ടോ? ഇല്ല.
എന്നാൽ പിന്നെ എന്താ ഉണ്ട് എന്നുള്ള പ്രതീതിയുണ്ട്, പ്രത്യയമുണ്ട്. ആ പ്രത്യയം രചിക്കാൻ ശക്തമാണ് നമ്മുടെ ഉള്ളിലുള്ള ഉണർവും ബോധവും ഈ ചൈതന്യവും. നിർവാസന സ്ഫൂർത്തിമാത്രോ ന കിഞ്ചിതി വശാമ്യതി. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് അഭിലഷിക്കാനോ ആഗ്രഹിക്കാനോ വല്ലതുമുണ്ടോയെന്ന് അവിടെ വരുമ്പോഴാണ് നിങ്ങളും ഞാനും കൂടിയിട്ട് കുറച്ച് അകലുണ്ടാവുക. എന്താ അത്? മനസ്സിൽ തോന്നുന്ന പ്രതിച്ഛായകളാണ് ഇത് മുഴുവൻ എന്ന് വരുമ്പോൾ രണ്ടാണതിനർത്ഥം. ഒന്നിലോ ഈ പ്രതിച്ഛായ മുഴുവനും മനസ്സിൽ എന്തുണ്ടോ സത്ത അത് തന്നെയാണ് ഈ പ്രതിച്ഛായയിൽ. മനസ്സ് എങ്ങനെയോ അതുപോലെയാണ് ഈ പ്രതിച്ഛായകളും. കണ്ണാടിയുടെ ഉള്ളിലുള്ള പ്രതിബിംബത്തിന് ഏതെങ്കിലും ഒന്നിന് പ്രത്യേക സത്താവിശേഷമുണ്ടോ അതോ ഒരു പ്രതിബിംബിത സത്ത ആണോ അത്? അപ്പം നമ്മുടെ മനസ്സിലാണ് ഈ സൂര്യൻ, മനസ്സിലാണ് ഈ ഭൂമി, മനസ്സിലാണ് ഈ പ്രപഞ്ച വസ്തുക്കൾ എന്ന് വരുമ്പോൾ ആ പ്രപഞ്ച വസ്തുക്കൾക്ക് സ്ഥൂലതയില്ല. ആ പ്രപഞ്ച വസ്തുക്കളിൽ കാണുന്ന നിറവും ആകൃതിയും ഒന്നും അവിടെ സംഭവിക്കില്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ ഇത്ര വലിയ ആകൃതികൾ ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ കാണുന്നത് മുഴുവൻ എന്താ? മനസ്സിൻ്റെ തന്നെ സ്ഫൂർത്തി മാത്ര, മനസ്സിൻ്റെ തന്നെ സ്ഫുരണമാണത്. അപ്പം മനസ്സിൻ്റെ സ്ഫുരണത്തിനോട് മനസ്സിന് എന്തെങ്കിലും ആശ തോന്നേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു മനഃക്കുതിര വേണമെന്ന് തോന്നാൻ സാധ്യതയുണ്ടോ? മനസ്സ്വർണം വേണമെന്ന് തോന്നുമോ? മനസ്സിലാണ് എല്ലാം പ്രതിഫലിക്കുന്നത്. പ്രതിച്ഛായ എന്ന് വെച്ചാൽ മനസ്പ്രതിച്ഛായയിൽ മനസ്സ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ ലോകവസ്തുക്കൾ മുഴുവൻ തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന സ്വന്തമായ വസ്തുക്കളാണോ അതോ തൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രതീതികളും പ്രത്യയങ്ങളുമോ? ആ പ്രത്യയങ്ങളിൽ ഒന്നും മനസ്സല്ലാത്ത ഒരു പൊരുളില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഈ വസ്തുക്കളുടെ പിന്നാലെ പോകുന്നത്? ഏതെങ്കിലും ഒരു വസ്തു എനിക്ക് അനുഭവിക്കാനോ കൈക്കലാക്കാനോ പറ്റുമോ? പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത് സ്ഫൂർത്തി മാത്ര. ഓൾ ദീസ് ആർ നത്തിങ് ബട്ട് എ മാനിഫെസ്റ്റേഷൻ, എ ഡിസ്പ്ലേ ഓഫ് യുവർ മൈൻഡ്, ദ മൈൻഡ് സബ്സ്റ്റൻസ്. മനസ്സ് എന്ന് പറയുന്ന സത്ത എന്തോ അത് മാത്രമാണ് നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ പ്രപഞ്ചത്തിലും പ്രപഞ്ച വസ്തുക്കളിലും ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ മനസ്സിന് എന്തിനോടാ അഭിലാഷം? താൻ തന്നെ രചിച്ച മനോമയ വസ്തുക്കളോടോ? ആ മനോമയ വസ്തുക്കളിൽ എന്തെങ്കിലും ഒന്നുണ്ടോ അന്യമായി മനസ്സിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട്? നിർവാസന സ്ഫൂർത്തി മാത്ര ന കിഞ്ചിതി വശാമ്യതി. എനിക്ക് അഭിലഷിക്കാനായി ഇവിടെ ഒന്നുമില്ല, എനിക്ക് വെറുപ്പ് തോന്നാനായി ഇവിടെ ഒന്നുമില്ല. ഞാൻ അനുഭവിക്കുന്നത് മുഴുവൻ എൻ്റെ മനസ്സിൻ്റെ പ്രതിഫലനങ്ങളാണ്, എൻ്റെ മനസ്സിലെ പ്രതിച്ഛായകളാണ്, എൻ്റെ മനസ്സിലെ പ്രതിബിംബങ്ങളാണ്. ആ പ്രതിഫലനങ്ങളിലും പ്രതിച്ഛായകളിലും പ്രതിബിംബങ്ങളിലും മനസ്സ് വിട്ട് ഒരു പൊരുൾ എള്ളോളം ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് അഭിലഷിക്കാൻ എന്തുണ്ട്? ഇല്ല. നിർവാസനായി. ഇത് വെറുതെ പറയണതല്ല കൂട്ടരെ, മനസ്സങ്ങനെ ആകും. നിങ്ങൾ മനസ്സിൽ മുങ്ങാത്തത് കൊണ്ടാണ് ഈ തോന്നൽ വരാത്തത്. കാലത്തെണീറ്റാൽ കണ്ണ് തുറന്ന് കണ്ണടച്ച് കിടന്നുറങ്ങുന്നത് വരെ പുറം 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 ഈ പുറം എന്നുള്ളൊരു ഫീലിങ്ങേ ഉള്ളൂ. ഈ പുറം കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കില്ല. ആ ഉള്ളോടുകൂടി ഒരമണിക്കൂർ ഇരിക്കൂ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ധ്യാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഈ ധ്യാനം? കണ്ണടച്ച് ഒരിടത്ത് ചമ്രം പടിഞ്ഞ് കയ്യും കൂട്ടി അവിടെ അങ്ങോട്ട് ഇരിക്കുക. ഇരുന്നിട്ടോ തൻ്റെ ഉൾപ്പൊരുളുമായി കുറച്ചു നേരം സല്ലപിക്കുക. ഉൾപ്പൊരുളുമായി ഒരു കൂടിക്കാഴ്ച നടത്തുക, ഉൾപ്പൊരുളുമായി ഒരു അഭിമുഖം നടത്തുക. അതാണ് ധ്യാനം. നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെയാണ് സമ്പുഷ്ടമാക്കേണ്ടത്, അതിനാണ് ആരോഗ്യം നൽകേണ്ടത്, അതിനെയാണ് ബലിഷ്ഠം, സുശക്തം, സുന്ദരം, സുഭഗം. ആ മനസ്സിനെ നന്നാക്കാൻ കണ്ണടച്ചിരുന്ന് മനസ്സുകൊണ്ട് തന്നെ ഒരു പ്രയത്നം ചെയ്യണം. ആ പ്രയത്നമാണ് ധ്യാനം, വേറെ ഒന്നുമല്ല ധ്യാനം. മാനസമായി മനസ്സിനെ നന്നാക്കാൻ വേണ്ടി നാം ചെയ്യുന്ന പ്രയത്നമാണ് ധ്യാനം. അത് കാലം കൂടുമ്പോഴാണ് സമാധി. ആ സമാധിയെ പറ്റിയിട്ടാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നാനാശ്ചര്യമിതം വിശ്വം ന കിഞ്ചിതി നിശ്ചയി.
ഈ ലോകം ഇല്ല എന്ന് പറയുമ്പോൾ വെറുതെ പറയുന്ന ഒരു ഫിലോസഫി അല്ല അപ്പം അത്. നമ്മൾ കാണുന്ന വസ്തുക്കളെ എവിടെ കാണുന്നു, ആരനുഭവിക്കുന്നു? ഈ കാഴ്ചയും അനുഭവവും പുറത്താണോ അതോ അകത്തോ? അകത്താണെങ്കിൽ എവിടെ? മനസ്സിൽ. മനസ്സെവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിൽ. ശരീരമോ സ്ഥൂലം. സ്ഥൂലത്തിൻ്റെ ഉള്ളിൽ സ്ഥൂല വസ്തു ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ആ സ്ഥൂലത്തിൽ വ്യാപിച്ചു കിടക്കുന്നത് എന്താ? സൂക്ഷ്മം. ആ സൂക്ഷ്മ മനസ്സിൽ സ്ഥൂല വസ്തുക്കൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്ഥൂലം എന്നുള്ളത് മനസ്സ് രചിക്കുന്ന ഒരു പ്രതീതി, തോന്നലാണ്. ആ തോന്നലിൽ കവിഞ്ഞൊരു സ്ഥൗല്യം, സ്ഥൂലത അവിടെ ഇല്ല. ഒക്കെ മനോമയമാണ്. അപ്പം മനോമയമാണെങ്കിൽ ഈ സ്ഥൂല പ്രപഞ്ചത്തിന് എന്താ നിൽപ്പ്? ഒന്നുമില്ല. അതിൻ്റെ ഛായ മാത്രമേ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. ആ ഛായയിൽ മനസ്സല്ലാത്ത വേറെ എന്തെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. അപ്പം എനിക്ക് അഭിലഷിക്കാൻ എന്തുണ്ട്? ഒന്നുമില്ല. വെട്ടിക്കളയൂ, വെട്ടിക്കളയൂ. നിരഭിലാഷിയായി ജീവിക്കൂ. ഏറ്റവും വലിയ ലോക ചക്രവർത്തിയായി കഴിയൂ. ഈ ലോകത്തിൽ ഒരു സാധനവും എനിക്ക് കിട്ടാനില്ല എന്ന് കിട്ടിയിട്ട് പ്രയോജനമില്ല. ഈ ലോകം തന്നെ ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ കയ്യിൽ നിന്നാണ്. ലോകമേ, നിനക്ക് നിലനിൽപ്പ് നൽകുന്നത് നോക്കി കാണുന്ന ഞാനാണ്. എൻ്റെ പ്രതീതിയിലാണ് നീ കുമിള പോലെ പൊന്തിക്കിടക്കണത്. നിനക്ക് വേറെ സ്ഥാനമില്ല. ഒരു മഹിമയും നിനക്ക് നിൻ്റേതായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ കൽപ്പിക്കുന്നതും തരുന്നതുമാണ്, എൻ്റെ മനസ്സിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാറ്റിൻ്റെയും മുതലാളി എൻ്റെ മനസ്സ്, മനസ്സ്, മനസ്സ്. ആ മനസ്സ് വിട്ട് ഇവിടെ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴോ മനസ്സിൻ്റെ സ്ഫുരണമാണ്, പ്രകടനമാണ്, അഭിവ്യക്തിയാണ്. മനസ്സിൻ്റെ വികസനവും പരിലസനവുമാണ് എന്നിങ്ങനെ വിചാരിച്ച് ന കിഞ്ചിതി വശാമ്യതി, കെട്ടണഞ്ഞ് ഇരുന്നോടത്ത് അങ്ങനെ ഇരിക്കുക. ആ ഇരിപ്പ്, അതാണ് വലിയ ഇരിപ്പ്. അതാണ് കൃഷ്ണൻ പറഞ്ഞ ന കിഞ്ചിതപി ചിന്തയേന്ന്, ഒന്നും ചിന്തിക്കരുതെന്ന്. ഇവിടെ ചിന്തിക്കാൻ എന്തുണ്ട്? ചിന്തിച്ചിട്ട് എന്ത് കിട്ടും? ചിന്തകളെപ്പോലും അപ്രസക്തമായി, അനന്വർത്ഥമായി, അപ്രയോജനമായി കാണുന്ന ഒരു വിശേഷപ്പെട്ട നില. നാനാശ്ചര്യമിതം വിശ്വം ന കിഞ്ചിതി നിശ്ചയീ നിർവാസന സ്ഫൂർത്തി മാത്രോ ന കിഞ്ചിതി വശാമ്യതി. 8 ശ്ലോകമാണ് അഷ്ടാവക്ര സംഹിതയിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചത്. ഈ 8 ശ്ലോകത്തിലും 8 തരത്തിലുള്ള ചിന്താഗതി, തത്വചിന്തയാണ് നിങ്ങളുടെ മുൻപിൽ പ്രകടമാക്കിയത്. അതിലേത് സ്വീകരിച്ചാലും കൊള്ളാം. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ മനസ്സ്. ആ മനസ്സിനെ അപഗ്രഥിച്ച് നമ്മുടെ ജീവിത സമ്പർക്കങ്ങളെയും വ്യവഹാരങ്ങളെയും മുഴുവനും നാം വിലയിരുത്തുമെങ്കിൽ ഈ മനസ്സിൽ നിന്ന് തുടങ്ങുന്നതും മനസ്സിൽ നിൽക്കുന്നതും മനസ്സിൽ അവസാനിക്കുന്നതും ഉപശമിക്കുന്നതുമാണ് ഈ ലോകത്തിലുള്ള ദർശനങ്ങളും ഐന്ദ്രിയ വ്യവഹാരങ്ങളും എല്ലാം തന്നെ. ആ മനസ്സിൻ്റെ ഉടമസ്ഥനാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കിക്കോളൂ. ആ മനസ്സിനെ മനസ്സിലാക്കാൻ, വേണ്ടതുപോലെ ഗ്രഹിക്കാനാകട്ടെ നിങ്ങളുടെ ചിന്താഗതിയും ഗവേഷണവും അന്വേഷണവും മുഴുവനും. അത് എന്തെങ്കിലും ഒന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വായന നിർത്തണം, ചൊല്ലൽ നിർത്തണം. മാലയുണ്ടെങ്കിൽ മാലയും ജപവും അവിടെ എടുത്തു വയ്ക്കണം. കൈ കോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് ഉള്ളിലങ്ങോട്ട് പൂഴുന്ന ഒന്ന് കണ്ടുപിടിക്കൂ. എവിടുന്നാണ് ചിന്ത? എന്താണ് ഈ ചിന്ത? ഇത്രയധികം ചിന്തകൾ പുറപ്പെടുന്നത് എവിടുന്ന്? അതിൻ്റെ സ്രോതസ് എവിടെ? അതിൻ്റെ ഉറവിടം എവിടെ? ആ ഉറവിടം എങ്ങനത്തതാണ്? ഒരൊറ്റ ഉറവിടത്തിൽ നിന്ന് കോടാനുകോടി ചിന്തകൾ പുറപ്പെടുന്നു. ഒരൊറ്റ എണ്ണമെങ്കിലും പ്രത്യേകമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്നില്ല. എങ്ങനെ പുറപ്പെട്ടുവോ അതുപോലെ തന്നെ അസ്തമിക്കണു. പുറപ്പെടൽ, അത് കഴിഞ്ഞാൽ അമർന്നു പോകൽ. അങ്ങനെ ഉദിക്കലും അസ്തമിക്കലും പ്രകടനവും തിരോധാനവും ഇതൊക്കെ നടക്കണു എൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഉള്ള് എവിടെ, എന്ത് എന്നൊന്ന് പരിശോധിച്ച് നോക്കി കണ്ടുപിടിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ, ക്യാമറ നോക്കി. ആ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വായിന്ന് ഇങ്ങനെ തുരുതുരൂന്നിങ്ങനെ വാക്കുകൾ വരിക. എങ്ങനെയാണ് ഈ നാവിനിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? ശബ്ദങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ഈ വരുന്നത്? ആശയങ്ങൾ എവിടുന്നാണ് ഈ പുറപ്പെടുന്നത്?
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്രോതസ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണെന്ന് സമ്മതിക്കാതെ പറ്റില്ലല്ലോ. ആ സ്രോതസ്സിൻ്റെ വൈഭവം എങ്ങനെ മനസ്സിലാക്കണു? ശബ്ദപ്രപഞ്ചം കൊണ്ട്, വിചാരപ്രപഞ്ചം കൊണ്ട്, ജ്ഞാനത്തിൻ്റെ മാത്ര കൊണ്ടാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ വലിയ ഒരു താക്കോലാണ്. നമ്മുടെ ഉള്ളാഴവും ഉൾവിസ്താരവും ഉൾമഹിമയും ഉൾമികവും ഉൾത്തികവും കണ്ടുപിടിക്കാനുള്ള വലിയ ഒരു താക്കോലാണത്. ആ താക്കോൽ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പം ധ്യാനിക്കാത്തവൻ മനുഷ്യനല്ല, ധ്യാനിക്കാത്തവൻ മഹത്വമുള്ളവനല്ല, ധ്യാനിക്കാത്തവൻ സദാചാരനിഷ്ഠനല്ല, ധ്യാനിക്കാത്തവൻ ബുദ്ധിമാനല്ല, ധ്യാനിക്കാത്തവൻ ഭരണകർത്താവല്ല, ധ്യാനിക്കാത്തവൻ അധ്യാപകനല്ല, ധ്യാനിക്കാത്തവൻ പ്രവക്താവല്ല. അതാണ് നമ്മുടെ രാജ്യത്തിൽ തപസ്സിന് ഇത്ര വലിയ സ്ഥാനം. തപസ് എന്ന് പറഞ്ഞാൽ ധ്യാനമാണെന്ന് വിചാരിക്കരുത്. പക്ഷേ ധ്യാനിക്കുന്നതാണ് തപസ്സിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട തപസ്. ഗൃഹേപി പഞ്ചേന്ദ്രിയ നിഗ്രഹസ്തപ എന്ന 5 ഇന്ദ്രിയങ്ങളെയും അനക്കാതെ ഇരുന്നാൽ അതാണ് ഏറ്റവും വലിയ തപസ്. ധ്യാനത്തിന് എന്ത് വേണം? അതിൻ്റെ മുന്നോടിയായി ചെയ്യേണ്ടത് പ്രവൃത്തികളെല്ലാം നിർത്തി നിശ്ചലമായി, ശരീരത്തെ നിശ്ചലമാക്കി ഒരിടത്തിരുന്ന് കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടയ്ക്കണം. അപ്പോൾ എല്ലാ പ്രവൃത്തികളെയും നാം നിർത്തി, എന്നിട്ട് മനസ്സിലങ്ങോട്ട് പൂഴ്ന്ന് ആ ചിന്താപ്രവാഹത്തിൻ്റെ പിന്നാലെ പോയി അതിനെ ട്രേസ് ചെയ്ത് അതിൻ്റെ സ്രോതസ്സിൽ എത്തിച്ചേരണം. ആ സ്രോതസ്സിൽ എത്തുന്നതോടുകൂടി നിങ്ങൾ നിശ്ചിന്തമായി ഒരു കുഴപ്പവും പിന്നെ അവിടെ വരില്ല. ന കിഞ്ചിതപി ചിന്തയേത് യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. യുഞ്ജന്നേവം സദാത്മാനം. നമ്മൾ ഗീതയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. 28ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. നിങ്ങളൊക്കെ ഗീത വായിക്കുന്നവരാണോ കൂട്ടരെ? ഇതേമാതിരി ഒരു ശ്ലോകം മുമ്പും പറഞ്ഞു കൃഷ്ണൻ. 15ാമത്തെ ശ്ലോകം. യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മത്സംസ്ഥാം അധിഗച്ഛതീന്ന്. അതെപ്പോഴാണ് പറഞ്ഞത്? 2 തരത്തിലുള്ള ധ്യാനം പറഞ്ഞല്ലോ. ഒന്ന് ആസനം, ശരീരം, ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തി. അത് കഴിഞ്ഞ് ഈ ആസനവും ശരീരവും വിട്ട് മനസ്സിലും ബുദ്ധിയിലും മാത്രം ആയിട്ടുള്ള ധ്യാനം എന്നും പറഞ്ഞു. അതിൻ്റെ പരിസമാപനത്തിൽ, മുമ്പ് പറഞ്ഞതിൻ്റെ പരിസമാപനത്തിലാണ് പറഞ്ഞത് ഏവം സദാ ആത്മാനം യുഞ്ജൻ യോഗി നിയതമാനസഃ. മനസ്സ് വേണ്ടതുപോലെ നിയമനം ചെയ്യപ്പെടുന്നു. അപ്പോഴോ നിർവാണം എന്ന് പറയുന്ന പരമശാന്തി കൈവരിക്കുന്നു. മത് സംസ്ഥാം. അതാണ് ഈശ്വരനിൽ നിന്ന് വരുന്ന ശാന്തി, നിർവാണം. അതേമാതിരി ഇവിടെയും പറയാണ് യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷഃ. അവിടെ എന്നിൽ നിന്ന് പുറപ്പെടുന്ന ശാന്തിയാണെന്ന് അവിടെ പറഞ്ഞത്. നിങ്ങളിത് കേൾക്കണുണ്ടോ? അവിടെ എന്നിൽ നിന്ന് പുറപ്പെടുന്ന ശാന്തി കിട്ടണമെന്നാണ് പറഞ്ഞത്. ഇവിടെയോ ഞാനെയൊക്കെ വിട്ടുകളഞ്ഞു. അത് ഈശ്വരൻ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷഃ എന്ന്. നമ്മുടെ മനസ്സിലും ബുദ്ധിയിലുമായി തങ്ങി നിൽക്കുന്ന കൽമഷമുണ്ടല്ലോ, അഴുക്കുകൾ, മാലിന്യങ്ങൾ, കറകൾ, കുറകൾ, സ്കാറൊക്കെ ഉണ്ടല്ലോ. ഒരൊറ്റ ആളെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ ഉപദ്രവകരമായ ചിന്ത മനസ്സിൽ വരരുത്. അയാളങ്ങനെ ചെയ്തുല്ലോ, ഇയാളങ്ങനെ പറഞ്ഞുല്ലോ. നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലേ ചിന്തിക്കാൻ? പറഞ്ഞതൊക്കെ അവരാ, കേട്ടതേ നിങ്ങളുള്ളൂ. കേട്ട സാധനങ്ങളെ പിടിച്ച് മനസ്സിൽ വയ്ക്കാൻ നിങ്ങളോട് ആര് പറയണു? പറഞ്ഞവർ കഷ്ടപ്പെടട്ടെ, നിങ്ങൾക്കെന്ത് വേണം? യുഞ്ജന്നേവം സദാത്മാനം. അവനവൻ്റെ മനസ്സിൽ ഉള്ളിൽ പൂഴ്ന്ന് ആ മനസ്സിനെ ആത്മസ്ഥമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന എന്താ അവിടെ പ്രവൃത്തി? എന്താ? ചിന്തകൾ എവിടുന്ന് പുറപ്പെടുന്നു ആ സ്രോതസ്സിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെയും ശ്രദ്ധയെയും പതിപ്പിക്കുക. അവസാനം ചിന്ത തന്നെ ഇല്ലാതെയായി തീരും. ആ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ കൽമഷങ്ങൾ പോവുക എന്നർത്ഥം. എല്ലാവിധത്തിലുള്ള കൽമഷങ്ങളെയും തരണം ചെയ്ത് സദാ ഏവം ആത്മാനം യുഞ്ജൻ. ഇവിടെ യോഗം നടത്താൻ വേണ്ടി നാം ഒരു കേന്ദ്രത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഉള്ളിലാണ് ഈ യോഗം. ചിന്തകളും ചിന്തകനും ചിന്തനവും ഇതെല്ലാറ്റിൻ്റെയും സ്രോതസ്സായ ആത്മാവ്
ഇതിനെ എല്ലാറ്റിനെയും കൂടി യോജിപ്പിച്ചെടുക്കലാണ് ഇവിടെ. അങ്ങനെ ചെയ്താൽ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ എന്താണ് വരാൻ പോണേന്ന് അറിയോ നിങ്ങൾക്ക്? ശരീരത്തിൻ്റെ ഉള്ളിലാണ് നാം ഈ പ്രയത്നം, ഈ സാധന ചെയ്യുന്നത്, ധ്യാനം എന്നുണ്ടെങ്കിലും അതിലെ മനസ്സും ബുദ്ധിയുമാണ് പ്രവർത്തന ഘടകമായി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന അനുഭവമുണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഒതുങ്ങി നിൽക്കുന്നതല്ലാന്ന്. ബ്രഹ്മസംസ്പർശം, ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ? സർവ്വദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന വിശേഷപ്പെട്ട, അതിനെയാണ് ഈ ഈശ്വരൻ എന്നുള്ള ആ ബ്രഹ്മാണ്ടത്തോളം വലിപ്പമുള്ള ഒരു സാധനമായി പറയുന്നത്. ആ ബ്രഹ്മം, ആ ബ്രഹ്മസംസ്പർശം, ആത്മാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന പദത്തിന് ആസ്ഥാനമായി ആധാരമായിരിക്കുന്ന ഒരു ബിന്ദു എന്ന് വെച്ചോളൂ. ഇതോ അനന്തമായ ഒരു വിസ്തൃത വൃത്തമാണത്. ആ ബ്രഹ്മം എന്ന് പറയുന്ന ആ ബ്രഹ്മവുമായി ഒരു സംസ്പർശമുണ്ടായി. ആ സംസ്പർശമോ സുഖമായിട്ടുണ്ടാവും. The inner personality will undergo an expansion. The so-called personal mind will become a universal mind. The intelligence will beget that kind of an expanse, elevation and enlightenment, as a result of which atyandam sukham ashnude. അന്തമില്ലാത്ത സുഖം അശ്നുതേ, വാരിക്കോരി തിന്നണു എന്നാണ് അതിനർത്ഥം. നിങ്ങൾ വിചാരിക്കും ഞാൻ ധ്യാനിച്ചു എന്നിട്ടോ സ്വാമിജി ഒക്കെ നിന്നൂട്ടോ, എപ്പോഴാ? 2 മിനിറ്റ്. അതൊന്നുമില്ല, അതൊക്കെ നിസ്സാരം, അതൊക്കെ ആദ്യം ബാലലീലയാണ്. ശരിയായി നിങ്ങളിത് മനസ്സിലാക്കി മനസ്സിനെയും ബുദ്ധിയെയും വികസിക്കാനും സൂക്ഷ്മമാവാനും പവിത്രമാകാനും പരിലസിക്കാനും അനുവദിക്കുമെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നത് എന്താ? ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. നമ്മൾ വിചാരിക്കും എല്ലാറ്റിൽ നിന്നും പിൻവലിഞ്ഞ് കിട്ടുന്നതാണ് ആത്മസുഖം എന്ന്. ഒരളവ് വരെ ശരിയാ. പക്ഷേ എല്ലാറ്റിൽ നിന്നും പിൻവലിഞ്ഞ് ആത്മസുഖം അനുഭവിച്ച് അതിൽ തന്നെ തുടരുന്ന പക്ഷം പിന്നിലുമില്ല വലിയലുമില്ല. അത് ആത്മസുഖമല്ല, അത് ബ്രഹ്മസുഖമായി വിസ്തൃതമായി വിശാലമായി അനന്തമായി വികസിക്കുക. എവിടെയാണോ ഈ സങ്കോചം ഉണ്ടായിരുന്നത്, ചുരുങ്ങലുണ്ടായിരുന്നത്, അതേ സ്ഥാനത്തെ ആസ്ഥാനമാക്കി വികാസവും സംഭവിക്കും. ചുരുങ്ങിയത് മനസ്സാണ്, വിശാലമാകുന്നത് മനസ്സാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റും. സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. അശ്നുതേ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. നമ്മൾ ഭക്ഷിക്കുമ്പോൾ എങ്ങനെയാ? ചുരുക്കം ചില ആൾക്കാരെ സ്പൂണ് കൊണ്ടൊക്കെ ഭക്ഷിക്കുള്ളൂ. നല്ലോണം ഭക്ഷിക്കുമ്പോഴോ വല്ല നാക്കനെ വയ്ക്കും, എന്നിട്ട് ധാരാളം വിളമ്പും, എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് നല്ലോണം കഴിക്കും. അപ്പോൾ ഒരു പഞ്ഞമില്ലാതെ വാരി കോരി തിന്നാന്ന്. അത്യന്തം സുഖമശ്നുത എന്നുള്ള പ്രയോഗ, അത് അത്യന്തം എന്ന് പറഞ്ഞാലോ അന്തമില്ലാതെ. ഇത് വായ കൊണ്ട് വയറ്റിലേക്ക് കഴിക്കുന്ന ഭക്ഷണമല്ല, ഇത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു വിശേഷപ്പെട്ട വിഭവമാണിത്. ആദ്യമെല്ലാം ഇത് പിൻവലിയൽ രൂപത്തിലാണ്, അത് കഴിഞ്ഞാലോ ഇത് വികസന രൂപത്തിലാണ്. യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. 6-ാം അധ്യായത്തിൽ ആത്മസംയമയോഗം അഥവാ ധ്യാനയോഗം, അതാണ് ഈ 6-ാം അധ്യായം. അതിൽ കൃഷ്ണൻ ധ്യാനമൊക്കെ വിവരിച്ചതിന് ശേഷം ധ്യാനം കൊണ്ട് കിട്ടുന്നത് ആ ധ്യാനിക്കുന്ന ആൾക്ക് സ്വന്തം ഉള്ളിലുള്ള ഒരു അനുഭവവിശേഷമാണല്ലോ ഈ ധ്യാനം കൊണ്ടെത്തിക്കുക. അത് ധ്യാന രൂപത്തിൽ ഒരു പ്രയത്നമായിരിക്കുമ്പോൾ അത് ധ്യാനമായി, അത് സിദ്ധമായി അതിൻ്റെ ലക്ഷ്യം നിർവഹിക്കുമ്പോൾ അതിന് സമാധി എന്നൊക്കെ പറയും. ആ സമാധിയാണ് ഒരു നിലയ്ക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയാം. ആ ലക്ഷ്യമായാലും അതിനുള്ള മീൻസ് മാധ്യമമായാലും മാർഗമായാലും ഇത് രണ്ടും അവനവൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അപ്പം ധ്യാനം ചർച്ച ചെയ്യുമ്പോൾ ധ്യാനത്തിൻ്റെ ലക്ഷ്യവും ചർച്ചയ്ക്ക് വിധേയമാണ്. ആ ലക്ഷ്യം എപ്പോഴാണ് സിദ്ധിക്കുക, നിർവഹിക്കപ്പെടുക, ഇതൊക്കെ അവിടെ പറയേണ്ടി വരും. അങ്ങനെ ധ്യാനത്തിൻ്റെ 2 തലം ചർച്ച ചെയ്തതിന് ശേഷം
ധ്യാനം കൊണ്ടുണ്ടാവുന്നത് എന്താ എന്നാണ് പ്രതിപാദിക്കുന്നത്. ആ പ്രതിപാദിക്കുന്നതിൽ വിശേഷപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ധ്യാനിക്കാൻ വേണ്ടി ശരീരത്തിനെ നിശ്ചലമാക്കി ഒരു സ്ഥലത്ത് ഇരിക്കണമല്ലോ. അങ്ങനെ ഇരുന്ന് കിട്ടുന്ന നിശ്ചലാവസ്ഥയുണ്ട് ഇവിടെ. ആ നിശ്ചലാവസ്ഥ മാത്രമായാൽ പോരാ. എപ്പോഴൊക്കെ നിങ്ങൾ ധ്യാനിക്കുന്നുവോ ആ ധ്യാനത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ടിയും വരും. അപ്പം സമാധിയിൽ നിരന്തരം തുടരുക എന്നല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇപ്പം ധ്യാനിച്ച് ഒരു ദിവസം നമുക്ക് സ്ഥിതപ്രജ്ഞതയോ സമാധിയോ കിട്ടിയെന്ന് വയ്ക്കുക. ആ കിട്ടിയതോടുകൂടി അവിടുന്ന് എണീക്കാതെ ശരീരം വീണു പോവുകയാണോ നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു ഉത്തമ സാധകൻ്റെ ലക്ഷ്യം? ഇത് നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ധ്യാനിക്കുന്നത് ശരി, എല്ലാവർക്കും ധ്യാനിച്ച് ഉടനടി സമാധിസ്ഥിതി കൈവരില്ല. പക്ഷേ സമാധിസ്ഥിതി കൈവരുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ സമാധി വന്നു അല്ലെങ്കിൽ സമാധി ലഭിച്ചു, ധ്യാനം സിദ്ധമായി എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഇരിപ്പിലിരുന്ന് അങ്ങനെ പോക്കോട്ടെ. 1 കൊല്ലമാണെങ്കിൽ 1 കൊല്ലം, 4 മാസമാണെങ്കിൽ 4 മാസം, 10 കൊല്ലമാണെങ്കിൽ 10 കൊല്ലം ഇരുന്ന് ആർക്കും എഴുന്നേൽപ്പിക്കാൻ പറ്റാതെ താനും എഴുന്നേൽക്കാതെ ശരീരം അങ്ങോട്ട് വീണു പോവുക, ഇതാണോ നമ്മുടെ ലക്ഷ്യം? അല്ലല്ലോ, അതാവാൻ പറ്റില്ലല്ലോ. അതാണ് ലക്ഷ്യമെങ്കിൽ നമ്മുടെ ജ്ഞാനശാസ്ത്രം മുഴുവൻ പറഞ്ഞതും എഴുതിയതും ആരാ? കണ്ണടച്ചിങ്ങനെ ഇരുന്നിട്ടാ എഴുതിയത്? അല്ലല്ലോ. അപ്പോൾ ഈ ധ്യാനം എങ്ങനെ ശീലിക്കുന്നുവോ, സമാധി എങ്ങനെ സിദ്ധമാകുന്നുവോ, അതേമാതിരി ഈ ധ്യാനത്തിൽ നിന്നും സമാധിയിൽ നിന്നും വ്യുത്ഥാനം, അതിൽ നിന്ന് എഴുന്നേൽക്കുക ഒരാവശ്യമാണ്. ആ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നിശ്ചലമായിട്ടിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അപ്പം മനസ്സിൻ്റെ നിശ്ചലാവസ്ഥയാണ് ഒരു നിലയ്ക്ക് പരമസന്തോഷം എന്നുണ്ടെങ്കിൽ പോലും ആ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഓരോരിക്കൽ നമുക്കത് കിട്ടുമ്പോഴും അതിൽ നിന്ന് വ്യുത്ഥാനം, എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കൃഷ്ണൻ ഇവിടെ ധ്യാനം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനെ വെറുതെ അവനവൻ്റെ ഉള്ളിൽ കുറച്ച് സമയത്തേക്ക് മാത്രം കിട്ടുന്ന ഒരവസ്ഥയായിട്ടല്ല അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. അത്യന്ത സുഖം അനുഭവിക്കുന്നു. എങ്ങനെയാണെങ്കിൽ വിഗതകൽമഷനാവണം. മനസ്സിൽ ഒരു വിധത്തിലുള്ള കൽമഷം, മാലിന്യം, ദൂഷ്യം, കറ ഒന്നും ഉണ്ടാവരുത്. അതുമാത്രമല്ല, ധ്യാനിക്കുന്നവൻ്റെ ആ യോഗിയുടെ മനസ്സിൽ ആത്മാ എന്നുള്ള നില വിട്ട് ബ്രഹ്മം എന്നുള്ള ആ വിസ്തൃതമായ ഒരു നിലയെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കണം. ആത്മശബ്ദത്തിനും ബ്രഹ്മശബ്ദത്തിനും തമ്മിൽ എന്താ വ്യത്യാസം? ആത്മാ എന്ന് പറയുമ്പോൾ അഹം പ്രത്യയ ഗോചരഃ, ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ആത്മ. ആ സൂചിപ്പിക്കുന്ന പൊരുൾ അവനവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പം ആത്മശബ്ദത്തിന് എപ്പോഴും അർത്ഥം അവനവൻ്റെ ഉള്ളിലുള്ളത് പ്രത്യക് തത്വം എന്നാണ് ഇതിനർത്ഥം. ബ്രഹ്മം എന്ന് പറയുമ്പോഴോ അതിന് ഒരാളുടെ ദേഹത്തോട് ബന്ധപ്പെടുത്തി മാത്രമുള്ള ഒരു പരാമർശമല്ല അത് എല്ലാ ദിക്കിലും ആകാശം പോലെ വ്യാപിച്ചു കിടക്കുന്ന ആ ഉണർവിൻ്റെ പൂർണ്ണ രൂപമാണ്. ആ ബ്രഹ്മചിന്തയിൽ ഒരു പ്രവേശം കിട്ടണം നമുക്ക്. അപ്പം നിശ്ചലമായി അനങ്ങാതെ ഒരു സ്ഥലത്ത് ഉള്ളിൽ അമർന്നിരിക്കണം എന്നുള്ളത് പോയി അവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലും നമുക്ക് ഒരു വ്യുത്ഥാനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു വിച്ഛിന്നത വരുന്നില്ല. അവിഛിന്നമായ ഒരു നില നമുക്ക് അനുഭവപ്പെടണം. ആ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് കൃഷ്ണൻ ആദ്യമായിട്ട് പറയുകയാണോ? അല്ല. 2-ാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീഹി കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം എന്നിങ്ങനെ വ്യക്തമായ 3-4 ചോദ്യം ചോദിച്ചുവല്ലോ അർജുനൻ. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന ആള് ആത്മന്യേവ ആത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞ തദാ ഉച്യതേ എന്നാ പറഞ്ഞത്. മനസ്സിലുള്ള എല്ലാ അഭിലാഷങ്ങളെയും വിട്ട് തൻ്റെ ഉള്ളിൽ തന്നാൽ തന്നെ തന്നിൽ സന്തുഷ്ടനായിരിക്കുന്ന ആ നിശ്ചലാവസ്ഥയാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞതിന് ശേഷം ഉടനെ കൃഷ്ണൻ പിന്നെ പറയുന്നത് സ്ഥിതധി ആരാണെന്നാണ്. അപ്പം സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് നിശ്ചലമായ സമാധിസ്ഥനെയാണ്. ആ നൈശ്ചല്യം വിട്ട് വ്യുത്ഥിതനായി എന്നിരിക്കട്ടെ എഴുന്നേറ്റു എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ വ്യവഹരിക്കേണ്ടി വരും. വ്യവഹരിക്കുമ്പോൾ ദേഹത്തിന് ചലനമായി, ഗമനമായി, ഇന്ദ്രിയങ്ങൾക്ക് സ്പന്ദനമായി, ലോകവസ്തുക്കളുമായി സമ്പർക്കം നടക്കണം. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യവഹാരജ്ഞാനിയായിട്ട് വേണം ഇവിടെ കഴിഞ്ഞുകൂടാൻ.
ആ വ്യവഹാര സമയത്ത് ഈ സമാധിയിൽ കിട്ടിയിട്ടുള്ള ആ ലക്ഷ്യമോ അതിൻ്റെ സന്തോഷമോ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഇത് കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പം സ്ഥിതപ്രജ്ഞത നമുക്ക് അണയ്ക്കുന്ന മേന്മ, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, സാഫല്യം, സൗഭാഗ്യം, സ്ഥൈര്യം, അതിനെ എങ്ങനെയാണ് നിരന്തരം നിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളൊരു ചോദ്യം വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടിയാണ് സ്ഥിതധി സ്ഥിതധി എന്ന് പറഞ്ഞ് കൃഷ്ണൻ അതിനെ വികസ്വരമാക്കി തീർത്ത് വ്യവഹാര സഹജമായ ഒരു സ്ഥിതിയാക്കി തീർത്തത്. അതിലാദ്യമായിട്ട് പറഞ്ഞത് എന്താ? ദുഃഖേഷ്വനുദ്വിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. വ്യവഹരിക്കുന്ന സമയത്ത് സുഖദുഃഖങ്ങളില്ലാതെ കഴിയില്ലല്ലോ. മാത്രാസ്പർശങ്ങൾ മുഴുവനും സുഖദുഃഖ കാരണങ്ങളാണ്. കണ്ണുകൊണ്ട് കണ്ടുവോ, ചെവി കൊണ്ട് കേട്ടുവോ, എന്ത് ചെയ്താലും സുഖദുഃഖങ്ങൾ മനസ്സിലില്ലാതെ കഴിയില്ല. അപ്പോൾ സുഖദുഃഖങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ വ്യവഹാരം, സമ്പർക്കം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ മാറി മാറി ദുഃഖങ്ങൾ എത്ര വന്നാലും സമാധിയിലത്തെ സ്ഥിതി എന്താ? അവിടെ സുഖവുമില്ല ദുഃഖവുമില്ല, രണ്ടിനും ഉപരിയായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അവിടെ. സുഖവുമില്ല ദുഃഖവുമില്ല, മനസ്സ് നിശ്ചലമായ മനസ്സിൽ സുഖവും ദുഃഖവും ഉണ്ടാവില്ലല്ലോ. സുഖം ദുഃഖം എന്ന് പറയുന്നത് രണ്ടും ഒരു തരത്തിലുള്ള വികാരങ്ങളാണ്. വികാരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ചലനം സ്പന്ദനമില്ലാതെ കഴിയില്ല. അപ്പോൾ അത് രണ്ടിനും അതീതമായിട്ടുള്ള ഒരു നിലയാണ് സ്ഥിതപ്രജ്ഞത. സ്ഥിതധി എന്ന് പറയുമ്പോഴോ ആ സ്ഥിതപ്രജ്ഞതയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ലോകത്തിലുള്ള വസ്തുക്കളെയും വസ്തുക്കളുമായ സമ്പർക്കത്തെയും എല്ലാറ്റിനെയും പുതിയ ഒരു വീക്ഷണത്തോടുകൂടി വിലയിരുത്തി എന്തെല്ലാം ദുഃഖങ്ങൾ എന്തിനെയെല്ലാം ചൊല്ലി എപ്പോഴൊക്കെ സംഭവിക്കുന്നുണ്ടോ ആ സംഭവിക്കുന്നതിൽ മുഴുവനും അനുദ്വിഗ്നമനാഃ, മനസ്സ് ഉദ്വേഗമില്ലാതെ കുലുങ്ങാതെ ഇരിക്കും. അയ്യോ ഇത് വന്നല്ലോ, ഇത് പാടില്ലാത്തതായിരുന്നു, എങ്ങനെയാ ഇത് നേരിടുക? ഈശ്വരൻ എന്തിനാ എനിക്കിത് തന്നേ? ഇനി എനിക്ക് വേണ്ടേ ഈ ജീവിതം? ഇങ്ങനെയുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. ബാക്കി പലതും പോലെ ദുഃഖങ്ങളും സുഖങ്ങളും സഹജമാണെന്ന്. ലോകവസ്തുക്കൾ സഹജമല്ലേ, ഉദയാസ്തമനങ്ങൾ സഹജമല്ലേ. ഒരു ചെടി വളരും, അതിൻ്റെ ആയുസ്സനുസരിച്ച് നിലനിൽക്കും, അത് കഴിഞ്ഞാൽ വീഴും. ചിലപ്പോൾ വെറുതെ ഉണങ്ങിപ്പോവും, ചിലപ്പോൾ കടപുഴങ്ങി വീഴും, ചിലപ്പോൾ ഉണങ്ങിപ്പോവും, ചിലപ്പോൾ പുഴുക്കുത്തു വരും. പലതരത്തിലും സംഭവിക്കാമല്ലോ. മനുഷ്യജീവിതത്തിൽ ധാരാളമുണ്ട്. ജനനം, വളർച്ച, ക്ഷയം, മരണം, അതൊക്കെ സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ പരിണാമങ്ങളിലും പരിവർത്തനങ്ങളിലും മാറി മാറി സുഖദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എത്ര ദുഃഖങ്ങൾ എവിടുന്നൊക്കെ എന്തിനെയൊക്കെ ചൊല്ലി എപ്പോഴൊക്കെ എത്രയൊക്കെ വന്നാലും ശരി, അനുദ്വിഗ്നമനാഃ. അപ്പോൾ എന്താ ഈ സാധന? ശരീരത്തെ നിശ്ചലമാക്കി തീർത്ത് പ്രവൃത്തികൾ നിർത്തി മനസ്സിൻ്റെ സ്പന്ദനങ്ങളെ ഏകീകരിച്ചു കൊണ്ടുവന്ന് നിശ്ചലാവസ്ഥ അണയ്ക്കുന്നതല്ല ഇവിടെ ലക്ഷ്യം. മനസ്സിനെ അതിൻ്റെ പാട്ടിൽ സ്പന്ദമാനമാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ വരുന്ന ദുഃഖങ്ങളെ മുഴുവനും ഉദ്വേഗമില്ലാതെ നേരിടാനുള്ള ഒരു പുതിയ സാമർഥ്യം, ഒരു പുതിയ വീക്ഷണം, ഒരു പുതിയ സ്ഥൈര്യവും സ്ഥിതിയും കൈവരിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശം. ഈ ലക്ഷ്യം നിർവഹിക്കാൻ വ്യവഹാരം ആവശ്യമാണ്. മുക്കിക്കൊല്ലുന്ന വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ പഠിച്ച് മുങ്ങാതെ നീന്തി കളിക്കുന്നത് പോലെയാണ് സ്ഥിതധിയാവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് വ്യവഹാരം ആവശ്യമാണ്. സുഖേഷു വിഗതസ്പൃഹ, എത്രത്തോളം ദുഃഖം വരുന്നുണ്ടോ അത്രത്തോളം സുഖവും വരും. ആ സുഖത്തിലും ഒരു വിധത്തിലുള്ള സ്പൃഹയും നമുക്കുണ്ടാവരുത്. ഇത് വളരെ നന്നായി, ഇത് കൂടുതൽ അങ്ങനെ ഇരുന്നാൽ കൊള്ളാം. ഇപ്പം മക്കളെയും കുട്ടികളെയും ഒക്കെ കണ്ടു, സന്തോഷമായി. എപ്പോഴെപ്പോഴും അവർ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കരുത്. അവർ വന്നമാതിരി പോകണം. ഞങ്ങളുടെ ആശ്രമത്തിൽ പലരും വരും, വന്നു കഴിഞ്ഞിട്ട് അവർ പോവും. അപ്പം ഞാൻ എന്ത് പറയും? നിങ്ങൾ വന്നതുകൊണ്ടാണല്ലോ പോകുന്നത്, പോയാലല്ലേ വരുള്ളൂ. അപ്പോൾ വരുന്ന മാതിരി പോകുന്ന മാതിരി വരും ചെയ്യൂ. നിങ്ങൾ വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയണില്ല. വരൂ, കുറച്ച് ദിവസം ഇരിക്കൂ, അത് കഴിഞ്ഞ് പോകൂ, പിന്നെയും വരൂ. അപ്പോൾ വരവും പോക്കും നമ്മുടെ മനസ്സ് സ്വീകരിച്ചിരിക്കണം. അവർ പറയും, കഴിഞ്ഞ തവണ അമേരിക്കയിൽ പോയപ്പോൾ നമ്മുടെ പങ്കജ് പറയുക, സ്വാമിജിയൊക്കെ ഇവിടെ വന്നിരുന്ന് പോകുക എന്ന് പറയുമ്പോൾ മനസ്സിനൊരു കഷ്ടമാണ്. എന്താ ചെയ്യുക സ്വാമിജി, ഇത് എങ്ങനെയാണ് സഹിക്കുക എന്നൊക്കെയാണ് ചോദിച്ചത്. നിങ്ങളെപ്പോലെയുള്ള വിഷമം ഞങ്ങൾക്കും ഉണ്ടല്ലോ. കഷ്ടപ്പെട്ട് അമേരിക്കയിൽ വന്നു, ഒരാഴ്ചയോ 2 ആഴ്ചയോ ഇരുന്നു, മടങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ ഒരു നിലയ്ക്ക് ഞങ്ങൾക്കും വിഷമമുണ്ടാവണം. പക്ഷേ ഞങ്ങൾ എന്താ വിചാരിക്കണേ, എന്നും ഇവിടെ ഇരിക്കുക നടക്കില്ല, നിങ്ങൾക്കും പറ്റില്ല നമുക്കും പറ്റില്ല.
അപ്പോൾ വരും വേണം പോകും വേണം. അതേമാതിരി നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. മനസ്സുകൊണ്ട് സ്വാമിജി ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് സ്വാമിജിയെ മനസ്സിൽ പിടിച്ചിട്ട് അങ്ങോട്ട് ഇട്ടാപ്പിലാക്കി വയ്ക്കുക. അതാണ് അതിനുള്ള വഴി. നമ്മുടെ കൃഷ്ണൻ ഗോപസ്ത്രീകളോട് പറഞ്ഞത് എന്താ? ഞാൻ വൃന്ദാവനത്തിൽ വന്നു വളർന്നു, നിങ്ങളുടെ കൂടെ കളിച്ചു ചിരിച്ചു, പരസന്തോഷങ്ങളും നിങ്ങൾ അനുഭവിച്ചു. പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നാണ്ടല്ലോ, ആ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. സന്നികർഷ ദോഷം എന്നൊരു ദോഷമുണ്ട്. അടുത്തു കൂടിയാൽ കുറേ കഴിഞ്ഞാൽ വിലയില്ലാതെ സംസാരിക്കും. അത് ആരൊക്കെയാ? എല്ലാവരും സംസാരിക്കും. കല്യാണം കഴിച്ചവരും അച്ഛനമ്മമാരും സുഹൃത്തുക്കളും എല്ലാവരും. കുറച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് പറയുമ്പോൾ അത് പിഴച്ചു എന്ന് പറഞ്ഞിട്ട് 12 കൊല്ലത്തെ സൗഹാർദ്ദം ഒരു കുലുക്കം കിട്ടും അതിന്. അതെന്താ അങ്ങനെ? അയാളങ്ങനെ പറഞ്ഞു, സുഹൃത്തല്ലേ, പറയട്ടെ എന്ന്. അങ്ങനെ തോന്നില്ല. 12 കൊല്ലത്തെ സൗഹൃദത്തിനെ പിടിച്ചു കുലുക്കാൻ 13ാമത്തെ കൊല്ലം ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് പറഞ്ഞ ഒരൊറ്റ വാക്ക് മതി. ഇതൊക്കെ മനുഷ്യൻ്റെ വൈകല്യങ്ങളാണ്. ഇതൊക്കെ വിട്ട് നമ്മൾ മാറണം. അപ്പോൾ എത്ര സുഖം അനുഭവിക്കുകയാണെങ്കിലും ആ സുഖത്തിനോടൊരു സ്പൃഹ കുറച്ചും കൂടിയും ആയാൽ കൊള്ളാം എന്നൊരു വിചാരം വേണ്ട. വിശക്കുന്നവന് ഭക്ഷണം അമൃതാണ്, ആവശ്യമാണ്. വയറ് നിറഞ്ഞാലോ ഒരു കയ്യിലും കൂടി വിളമ്പിയാൽ കഴിക്കാൻ തോന്നുമോ? കഴിച്ചാൽ തന്നെ വിമ്മിഷ്ട. അപ്പോൾ വയറ് നിറഞ്ഞാൽ ഭക്ഷണം എങ്ങനെ വേണ്ടാന്ന് തോന്നുന്നുവോ? അതേപോലെ സുഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടിയും ആയാക്കൊള്ളാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ സുഹൃത്തുക്കളോട് കൂടി സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ രാത്രിയായി. സംസാരം ഇങ്ങനെ തുടർന്നു. രാത്രി മുഴുവനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണോ സൗഹൃദം? അതോ ഇപ്പോൾ ഏതായാലും നേരായി, നമുക്ക് എല്ലാവർക്കും ഇനി പോയി വിശ്രമിക്കുക എന്ന് പറഞ്ഞ് അടുത്തൊരു ദിവസം കൂടി പിന്നെയും സംസാരിക്കണതോ? അതോ രാത്രി മുഴുവൻ സംസാരിച്ച് പകലൊരു ജോലിയും ചെയ്യാൻ പറ്റാതെ നട്ടുച്ചയ്ക്കും കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങണതാണോ വേണ്ടത്? നിങ്ങൾ തന്നെ പറയും. നമുക്കിവിടെ ആവശ്യം യോഗോ ഭവതി ദുഃഖ. യോഗം ദുഃഖമെല്ലാം ഹനിക്കുമാറ് ഉതകണമെന്നുണ്ടെങ്കിൽ അതിനെന്തു വേണം? യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. ഭഗവത്ഗീതയുടെ ഒരൊറ്റ മന്ത്രം യോഗമാണ്. ആ യോഗം എന്ന് പറയുന്നത് എന്താ? സമത്വം. എവിടം കൊണ്ട് സമത്വം? മനസ്സിൽ സമത്വം. മനസ്സിൽ വന്നു കയറുന്നതും പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു സമസ്വീകരണമാണ് നമുക്ക് ആവശ്യം. ആ സമത്വമാണ് യോഗം. അപ്പോൾ ദുഃഖങ്ങളിൽ ഉദ്വേഗം വേണ്ട, സുഖങ്ങളിൽ ആശയും വേണ്ട. പിന്നെയോ നാം ചെയ്യുന്ന പ്രവൃത്തികളൊന്നും തന്നെ ആശ കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഭയം കൊണ്ടോ ആകരുത്. ആശയില്ലാതെ, ദ്വേഷമില്ലാതെ, ഭയമില്ലാതെ ശുദ്ധമായ ഒരു മനോഗതിയോടുകൂടി വേണം സർവ്വകാര്യങ്ങളും ചെയ്യാൻ. ഇത് മതി നിങ്ങളുടെ യോഗാഭ്യാസം, വേറെ ഒന്നും വേണ്ട. വീതരാഗഭയക്രോധ. അങ്ങനെ രാഗം, ദ്വേഷം, ഭയം എന്ന് പറയുന്ന 3 സമീകരിച്ച് ക്രമീകരിച്ച് കനം കുറഞ്ഞ് അവസാനം ഇല്ലാതെയാക്കി തീർക്കുന്നതാണ് യോഗാഭ്യാസം. യോഗസിദ്ധി, യോഗയുക്തത, സ്ഥിതപ്രജ്ഞത, സ്ഥിതധീത്വം. അങ്ങനെ ആയാലോ ആത്മസ്ഥിതി, ആത്മതുഷ്ടി എന്നുള്ളത് പോയി ബ്രഹ്മസ്ഥിതി, ബ്രഹ്മതുഷ്ടി എന്നുള്ളതാവും. അതിനെയാണ് അവസാനത്തെ ശ്ലോകത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ. തുടങ്ങിയത് എവിടുന്ന? ആത്മന്യേവ ആത്മനാ തുഷ്ട. തൻ്റെ ഉള്ളിൽ തന്നാൽ തന്നെ തുഷ്ടനായി ആശകളെല്ലാം വിട്ട് അങ്ങനെ ഇരിക്കുന്നവൻ സ്ഥിതപ്രജ്ഞൻ. ഇപ്പോഴോ സ്ഥിതധി. ആരാത്? വിഹായ കാമാൻ യസ് സർവാൻ പുമാം ശരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര. വിഹായ കാമാൻ യസ് സർവാൻ. അവിടെയും പറഞ്ഞത് അതന്നെയാ. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ. മനസ്സിൽ ഉദിക്കുന്ന സർവകാമങ്ങളെയും ആഗ്രഹങ്ങളെയും വിട്ട് ആത്മന്യേവ ആത്മനാ തുഷ്ട. ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കണം എന്നാണ് അവിടെ പറഞ്ഞ്. ഇവിടെ പറയണതോ നേരെ മറിച്ച വിഹായ കാമാൻ യസ് സർവാൻ. ആ ലൈനിൽ മാറ്റില്ല. ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ആഗ്രഹങ്ങൾ ഉണ്ടാവണം മനസ്സിൽ. ആ ഉള്ള ആഗ്രഹങ്ങളെ താലോലിച്ച് പിന്തുടർന്ന് പൂരിപ്പിക്കാൻ നോക്കാതെ, എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങൾ പിന്തുടരേണ്ടതല്ല, ഞാനത് ഉപേക്ഷിക്കാനാണ് പോണത്, ആഗ്രഹത്യാഗമാണ് എനിക്ക് ആവശ്യം, ത്യാഗമാണ് എന്ന് വിചാരിച്ച് ആഗ്രഹങ്ങളെ മുഴുവൻ വിട്ട് കയ്യിലുള്ള ഒരു തുണി താഴത്ത് വയ്ക്കുന്ന മാതിരി വച്ച്
പുമാം ശരതി നിസ്പൃഹ. ആഗ്രഹമില്ലാതെ സ്പൃഹയില്ലാതെ ആരാണോ ചരതി സഞ്ചരിക്കുന്നത്, ലോകവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പോകുന്നത്, നമ്മുടെ മുൻപിലുള്ള വറാന്തയുണ്ടല്ലോ, ഉമ്മറത്തിൽ നിന്ന് അകത്തേക്ക് പോകുന്നത്, അകത്തു നിന്ന് അടുക്കളയ്ക്ക്, ബാത്റൂമിലേക്ക്, വീട് വിട്ട് പുറത്ത് അങ്ങാടിയിലേക്ക്, ഉദ്യോഗസ്ഥലത്തേക്ക്, മടങ്ങി വീട്ടിലേക്ക്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ കൊടുക്കാനുണ്ടോ അതൊക്കെ ചെയ്തോളൂ. പുമാം ശരതി നിസ്പൃഹ. ആഗ്രഹം മാത്രം മനസ്സിന് തീണ്ടരുത്. ഒരു പൊടി വരാൻ അനുവദിക്കരുത്, നുഴഞ്ഞു വരാൻ അനുവദിക്കരുതെന്ന്. നമ്മൾ ടെററിസ്റ്റുമാരെ പറയുന്നു, പിടിക്കണമുണ്ട്, അതിന് നിയമമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ടെററിസ്റ്റുമാരാണ് ആര്? ആഗ്രഹം. അതാണ് വലിയ ടെററിസ്റ്റ്, നുഴഞ്ഞുകയറ്റം. ആ ആഗ്രഹങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് സ്പൃഹയില്ലാതെ പുമാൻ ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര. ലോകത്തിൽ പലതും ചെയ്യും, ഇങ്ങനത്തെവർ വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്യും, ഉപായപ്പെട്ടതല്ല, മഹത്കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.